മലയാളം ബിഗ് ബോസ് സീസൺ 7 ഇന്ന് മോർണിംഗ് ആക്ടിവിറ്റി കൊടുത്തിട്ടുണ്ടായിരുന്നത് കൊടുത്ത ടാസ്ക് എന്താണെന്ന് വെച്ചാൽ പലയിടത്ത് ഇരുന്നിട്ട് ബിഗ് ബോസിന് പലതും ഒളിഞ്ഞിട്ടൊക്കെ പറയുന്നുണ്ട്. ഒരു നല്ല കാര്യം ഒരു മോശമുള്ള കാര്യം പറയണമെന്നാണ് അവർക്ക് കൊടുത്ത ടാസ്ക് ഉണ്ടായത്. അപ്പോൾ ആദ്യം വന്നത് അനീഷായിരുന്നു. അനീഷ് വന്നിട്ട് ബിഗ് ബോസിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ തടി കുറയ്ക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് വരുമ്പോഴേക്കും അപ്പോൾ അവർ പറഞ്ഞു ടാസ്ക് മനസ്സിലാക്കി ചെയ്യുക എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ബാക്കിയുള്ളവർ പറഞ്ഞു ഇതല്ല ടാസ്ക് മനസ്സിലാക്കി ചെയ്യുമെന്ന് പറഞ്ഞിട്ട് അപ്പോൾ അനീഷ് പറഞ്ഞു ഞാൻ ഇനി ആദ്യം തന്നെ പറയുള്ളൂ, വേറെ ആരും പറയില്ല എന്ന് പറയുന്നുണ്ട്. അതിനുശേഷം പറയുന്നുണ്ട് അനീഷ് പറയുന്നത് കിട്ടാവുന്നതിൽ ഏറ്റവും നല്ലൊരു ഷോ ആണെന്ന് പറഞ്ഞ് തുടങ്ങുമ്പോഴേക്കും ബിഗ് ബോസ് പറഞ്ഞു ടാസ്ക് മനസ്സിലാക്കി ചെയ്യാനായിട്ട് പറഞ്ഞപ്പോൾ പിന്നെ അനീഷ് അവിടെ നിന്ന് മാറി പോവാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നീട് വന്നത് അനുമോളായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അനുമോൾ പറയുന്നത് ബോസിൻ്റെ സൗണ്ട് മാത്രമേ നമുക്ക് കേട്ടിട്ടുള്ളൂ, പക്ഷെ നമുക്ക് കാണാനായിട്ട് ഇത് സാധിച്ചിട്ടില്ല. പിന്നെ എന്തെങ്കിലും പറയുമ്പോൾ കൺഫ്യൂഷൻ റൂമിൽ വിളിച്ചിട്ട് എന്നെ സമാധാനിപ്പിക്കാറുണ്ട്. അപ്പോൾ എനിക്ക് കുറേ ഫുൾ കോൺഫിഡൻസ് ഒക്കെ തരാറുണ്ട്, ഫേവറിറ്റിസം കാണിക്കുന്ന പോലെ എനിക്ക് തോന്നാറുണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അനീഷ് അവിടെ നിന്ന് പറയുന്നുണ്ട് എന്താ ഫാമിലി വീക്ക് വന്നതിന് ശേഷം അപ്പോൾ എല്ലാവരും പോകണമെന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ വന്നത് ഷാനവാസ് ആയിരുന്നു. ഷാനവാസ് എന്താ പറയുന്നത് വെച്ചാൽ ബിഗ് ബോസ് ക്രൂരനാണെന്ന് തോന്നാറുണ്ട്. ജിസേൽ ആരിൻ്റെയും മുട്ടടിക്കുന്ന സമയത്ത് പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചത് എന്തിങ്ങനെയെന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ മനസ്സിലായ ആൾ പാവമാണ്, വേറെ ഒന്നും ചെയ്യില്ലെന്ന്. വെറും ഷാനവാസ് അടി ഉണ്ടാക്കുന്ന സമയത്ത് കറക്റ്റ് സമയത്ത് ഇടപെടുന്നതും പിന്നെ തഗ്ഗടിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ ഇഷ്ടമില്ലാതെന്ന് പറയുന്നത് ഈ ഒരു വീക്ക് എന്ന് പറയുന്നത് ഫാമിലി വീക്കായിട്ട് അവർ ഫുഡ് കൊണ്ടുവന്നിട്ട് എല്ലാം തന്നില്ല, കുറച്ച് മാത്രമേ തന്നുള്ളൂ, കുറേ സംഭവങ്ങളൊക്കെ മിസ്സായി പോയി എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നീട് വന്നത് നെവിനായിരുന്നു. നെവിൻ പറയുന്നത് ഭയങ്കര ഇഷ്ടമാണ് ബിഗ് ബോസിന്, ഒരു അച്ഛൻ്റെ പോലെയാണ്, ഒന്നുമില്ലാത്ത എന്നെ ഇത്രയും ആൾക്കാരിൽ നിന്ന് എന്നെ സെലക്ട് ചെയ്തതിന് സന്തോഷമുണ്ടെന്ന് പറയുന്നുണ്ട്. എന്ന് വെച്ചാൽ ഇപ്പം പറയുന്നതെല്ലാം മാറ്റി പറയും എന്ന് പറയുന്നുണ്ട്. വാഷിംഗ് മെഷീൻ തരും പക്ഷേ സോക്കറ്റ് ഇല്ല, ഡൈനിങ് ടേബിൾ തരും പക്ഷെ നല്ലൊരു ഫുഡുകളില്ല, പിന്നെ വീടിന് മാച്ചുള്ള കാര്യങ്ങളെല്ലാം തരുന്ന ഒരു വ്യക്തിത്വം ഇല്ല എന്ന് പറയുന്നുണ്ട് ബിഗ് ബോസിനെ പറ്റിയിട്ട്. പിന്നീട് ജിസേലായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. ജിസേൽ പറയുന്നത് ബിഗ് ബോസ് പെട്ടെന്ന് ഫുഡ് തരും, ഫുഡ് ഇല്ല എന്നൊക്കെ മനസ്സിലാക്കിയിട്ടാണ്, കെയറിങ് നേച്ചർ ആണെന്നൊക്കെ പറയുന്നുണ്ട്. കണ്ടറിഞ്ഞിട്ടാണ് ബിഗ് ബോസ് അങ്ങനെയൊക്കെ ചെയ്യണേന്ന് പറയുന്നുണ്ട്. ഇഷ്ടപ്പെടാത്ത കാര്യം എന്ന് പറയുന്നത് ചിലവരോട് മാത്രം താല്പര്യം കാണിക്കുന്നത്, എൻ്റെ അടുത്ത് ഒട്ടും താല്പര്യമില്ല, എൻ്റെ അടുത്ത് വേറെ രീതിയിലാണ് പെരുമാറുന്നത്, എനിക്ക് വെജ് ഐറ്റം കൊണ്ടുവന്നിട്ട് ഫാമിലി കൊണ്ടുവന്നിട്ട് എനിക്ക് അതുപോലും കിട്ടില്ല, ബാക്കിയുള്ളവർക്ക് അവരുടെ നോൺ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ കിട്ടി, അപ്പോൾ എനിക്കത് കിട്ടിയില്ല, അതൊരു ഫേവറേറ്റിസം കാണിക്കാൻ പോലെ തോന്നിയെന്ന് പറഞ്ഞു. പിന്നീട് വന്ന ആദിലായിരുന്നു. ആദില പറഞ്ഞത് ഫാമിലി വീക്ക് നേരത്തെ ആക്കിയത് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു. പിന്നെ സിബ്ലിങ്സും ഒക്കെ വരുന്ന വിചാരിച്ചാൽ പക്ഷെ ഞങ്ങൾക്കത് വിഷമമില്ല, പക്ഷേ ഇപ്പോൾ ഞങ്ങളുടെ ഫാമിലിയും പെട്ടെന്ന് കാണാനൊക്കെ പറ്റി, മറ്റുള്ളവരുടെ ഫാമിലി ആണെങ്കിൽ കൂടി ഞങ്ങൾക്ക് അവരിൽ നിന്ന് ഒരുപാട് കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ ചില ആൾക്കാരുടെ കണക്ഷൻ ഉണ്ടായിരുന്നില്ല, പിന്നെ ആ കണക്ഷൻ ഒന്നുകൂടി ഒന്ന് പുതുക്കാനൊക്കെ ആയിട്ട് പറ്റിയെന്ന് പറയുന്നുണ്ട്. അതിനൊക്കെ നല്ല രീതിയിൽ താങ്ക്ഫുൾ ആണെന്നൊക്കെ പറയുന്നുണ്ട്. ഞങ്ങൾ അതിലൊക്കെ ഭയങ്കര ഹാപ്പിയാണെന്ന് പറയുന്നുണ്ട്. പിന്നെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നെഗറ്റീവ് എന്താണെന്ന് വെച്ചാൽ ഫേവറിറ്റിസം കാണിക്കുന്നുണ്ട്. രണ്ടാമത്തെ ദിവസം ഫാമിലി വരുമ്പോൾ ഒന്ന് കണ്ടിട്ട് പോവാം എന്നൊക്കെ ഉണ്ടായിരുന്നത്, പക്ഷെ അനുമോളുടെ കേസ് വന്നപ്പോൾ കാണിക്കാതെ തന്നെ പറഞ്ഞു വിട്ടു. അത് ഭയങ്കര മോശമായിട്ടുള്ള പരിപാടിയാണ് കാണിച്ചതെന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് അങ്ങനെ ചെയ്ത് ബാക്കിയുള്ളവർക്കൊക്കെ അങ്ങനെ പ്രിവിലേജ് കൊടുത്തിട്ടുണ്ടായിരുന്നു, അനുമോളുടെ അടുത്ത് മാത്രം അങ്ങനെ കാണിച്ചില്ലെന്ന് പറഞ്ഞു. പിന്നെ പറയുന്നത് ടോപ്പ് മാത്രം തരുന്നുള്ളൂ, ഒരു പ്രോപ്പറായിട്ട് ഡ്രസ്സുകൾ കിട്ടുന്നില്ല, ജ്വല്ലറീസൊന്നും കറക്റ്റായിട്ട് കിട്ടുന്നില്ല, പണിപ്പുര ടാസ്ക് അതിൻ്റെ പണിയൊക്കെ കഴിഞ്ഞിട്ട് പോലും ഇപ്പോഴും കറക്റ്റായിട്ട് എല്ലാ സാധനങ്ങളും കിട്ടുന്നത്. പിന്നെ ക്യാമറ മുന്നിൽ എപ്പോഴും കെഞ്ചിക്കൊണ്ടിരിക്കണം, അത് വേണം ഇത് വേണമെന്ന് പറഞ്ഞിട്ട്, അതൊക്കെയാണ് നെഗറ്റീവ്. പിന്നീട് ഒനിയിലാണ് വന്നത്. ഒനിൽ പറയുന്നത് ഫേസ് കണ്ടിട്ടില്ലെങ്കിലും കത്തനാറിൻ്റെ മുഖം പോലെയൊക്കെയാണ് ഞങ്ങൾ ഇമാജിൻ ചെയ്യുന്നത്, പിന്നെ പ്രശ്നം വരുമ്പോൾ എന്നെയൊക്കെ വിളിപ്പിച്ച് സമാധാനിപ്പിക്കാറുണ്ട്, പക്ഷെ പുറത്ത് ഭയങ്കര വലിയ പ്രശ്നങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്, എൻ്റെ അമ്മയൊക്കെ ഹോസ്പിറ്റലായിട്ടുണ്ട്, പക്ഷെ അതൊന്നും പറയാതെ നമ്മൾ കോൺഫിഡൻസ് തരും, അങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത്. പിന്നെ നെഗറ്റീവ് പറയുന്നത് എന്നെ സ്നേഹിച്ച പോലുണ്ട്, ജയിൽ ടാസ്ക് തന്നു, മിഡ് വീക്കിൻ്റെ എവിക്ഷനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു, പിന്നെ ദാദാ സാഹേബ് ഫാൽക്കെ അവാർഡ് ലാലേട്ടന് കിട്ടിയിട്ട് പോലും അതിൻ്റെ കേക്ക് തരാമെന്ന് പറഞ്ഞിട്ട് ഇതുവരെ തന്നിട്ടില്ല എന്ന് പറഞ്ഞു, അതൊരു നെഗറ്റീവാന്ന് പറഞ്ഞു. പിന്നീട് വന്നത് അക്ബറായിരുന്നു. അക്ബർ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ മെൻ്റലി വീക്ക് ആകുമ്പോൾ നമുക്ക് സംസാരിക്കും, എല്ലാവരോടും കാണിക്കുന്നുണ്ട് അങ്ങനെ, പക്ഷെ നമ്മൾ വിചാരിക്കും നമ്മളോട് മാത്രം, പക്ഷെ എല്ലാവരോടും അങ്ങനെ കാണിക്കുന്നുണ്ട്, നമ്മുടെ സ്ട്രോങ് പോയിന്റ് കണ്ടിട്ട് അത് ഉയർത്തി കൊണ്ടുവരാണ് ചെയ്യുന്നത്. ഇപ്പോൾ ആരെങ്കിലും വീക്ക് ആണെങ്കിൽ അവരെ മുന്നോട്ട് കൊണ്ടുവരാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ ഹിപ്പോക്രറ്റ് ആണെന്ന് പറയുന്നുണ്ട്, അടി കൂടരുതെന്ന് പറഞ്ഞിട്ട് അങ്ങനെയുള്ള ടാസ്കും തരും, തൊപ്പി ടാസ്ക്, മഡ് ടാസ്ക്, കുപ്പി ടാസ്ക്, അതൊക്കെയാണ് കൂടുതലായിട്ട് തന്നിട്ടുണ്ട്. എന്നിട്ട് അടി കൂടരുതെന്ന് പറയും, അടി കൂടുന്നത് കണ്ടിട്ട് അത് സന്തോഷിക്കുന്ന ഒരു ക്യാരക്ടർ പോലെയാണ് തോന്നിയിട്ടുള്ളത്, രണ്ട് മൈൻഡിൽ പോകുന്ന ഒരു ക്യാരക്ടർ പോലെ ഉണ്ടെന്ന്. ഡ്രസ്സിൻ്റെ പകുതിയോളം മാത്രമേ കിട്ടിയിട്ടുള്ളൂ, 8-10 ഡ്രസ്സ് മാത്രമേ എനിക്ക് ഇവിടുന്ന് കിട്ടിയിട്ടുള്ളൂ, ഞാൻ ഒരുപാട് ഡ്രസ്സ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു, ഇതുവരെ എനിക്ക് കിട്ടിയിട്ടില്ലെന്ന് പറയുന്നുണ്ട്. പിന്നീട് വന്ന് നൂറയായിരുന്നു. നൂറ പറഞ്ഞത് ഞങ്ങൾക്ക് കറക്റ്റായിട്ട് ഫുഡ് തരില്ല, ഡ്രസ്സ് തരില്ല, ഇന്നർവെയേഴ്സ് ഒന്നും തരില്ല, കുറേ ചോദിക്കണം, പണിപ്പുര ടാസ്ക് ഒക്കെ പോയിട്ട് ഫുഡ് നമ്മൾ കളക്ട് ചെയ്തിട്ട് വേണം എടുക്കാനായിട്ട്, പിന്നെ ആർക്കെങ്കിലും എന്തെങ്കിലും പറ്റി കഴിഞ്ഞാൽ
വിളിച്ച് ടാസ്കിൽ അത്ര എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിളിച്ച് സംസാരിക്കും. പക്ഷെ അതത് ഒതുക്കും. പിന്നെ അതൊരു സാഡിസ്റ്റ് ആണെന്ന് തോന്നുന്നു. കൺഫ്യൂഷൻ റൂമിൽ വിളിപ്പിച്ചിട്ട് പിന്നെ ഒക്കെ പോയി കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം നമുക്ക് തന്നെ നല്ല പണി കിട്ടും തരാറുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ നൂറ ബിഗ് ബോസിനെ പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പിന്നെ ബിന്നി പറഞ്ഞത് മെഡിക്കലിൻ്റെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ വരുമ്പോൾ ചോദിക്കാതെ തന്നെ തരാറുണ്ട്. ടാസ്ക് റിലേറ്റ് ചെയ്തിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ വരുന്നുണ്ടെങ്കിൽ നമ്മൾ ചോദിക്കാതെ തന്നെ നമ്മൾ കൺഫ്യൂഷൻ റൂമിൽ വിളിപ്പിച്ചിട്ട് നമുക്ക് ട്രീറ്റ്മെൻ്റ് ഒക്കെ തരുന്നുണ്ട്. ചിലത് ചോദിക്കാതെ തന്നെ നമുക്ക് തരാറുണ്ടെന്ന് പറഞ്ഞു. നെഗറ്റീവ് എന്താണെന്ന് വെച്ചാൽ ചിരിച്ചുകൊണ്ട് കഴുത്തിറക്കുക എന്ന പരിപാടിയാണ് ബിഗ് ബോസിന് പറയുന്നത്. ലാസ്റ്റ് മൊമെൻറ്റിൽ എൻജോയ് ചെയ്തിട്ടാണ് അടി കൂടിയിട്ട് ലാസ്റ്റ് മൊമെൻറ്റിൽ ആണ് വിളിപ്പിച്ചിട്ട് നിങ്ങൾ അങ്ങനെ ചെയ്ത് ഇങ്ങനെ ചെയ്തെന്നൊക്കെ പറയുന്നത്. ഏറ്റവും പീക്കിലെത്തുമ്പോൾ മാത്രമാണ് അങ്ങനെ ചെയ്യുന്നത്. നല്ല കാര്യം എന്ന് വെച്ചാൽ ഭയങ്കര ഹെക്റ്റിക് ആയിട്ടുള്ള ടാസ്കൊക്കെ വരുമ്പോൾ ഹെവി ടാസ്കൊക്കെ വരുമ്പോൾ ഞങ്ങൾക്ക് അത്രയും വയ്യാതെ ക്ഷീണമായിട്ട് കിടക്കുന്ന സമയത്ത് അപ്പോൾ പട്ടി കുറയ്ക്കൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞു. പിന്നെ ലക്ഷ്മി എന്ന് പറയുന്നത് നല്ലപോലെ മനസ്സിലാക്കിയ ഒരാളാണെന്ന് തോന്നുന്നുണ്ട്. പിന്നെ നമ്മുടെ സ്ട്രെങ്ത്തും നമ്മുടെ എല്ലാം മനസ്സിലാക്കിയിട്ടാണ് പെരുമാറുന്നത്. പിന്നെ ക്ലോത്തും ഒന്നും ആവശ്യമില്ല നമുക്ക് അതിനേക്കാൾ വലിയ കാര്യങ്ങളാണ് ഇവിടെ ഉള്ളത്. അതൊക്കെ എല്ലാം അറിഞ്ഞിട്ട് തന്നെയാണ് ബിഗ് ബോസ് അവിടെ ചെയ്യുന്നത് പറയുന്നത്. പിന്നെ ഏറ്റവും മോശമുള്ള കാര്യം എന്ന് പറയുന്നത് എനിക്ക് ഒട്ടും ക്ഷമിക്കാൻ പറ്റാത്ത കാര്യം എന്ന് പറയുന്നത് ഇങ്ങനത്തെ റൂൾ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ഇങ്ങനെ ചെയ്യില്ലായിരുന്നു. ആ റൂള് മുന്നേ കൂട്ടി പറയണമായിരുന്നു പറയുന്നത്. എന്ന് വെച്ചാൽ എൻ്റെ മോനെ എനിക്ക് കൊണ്ടുവരുന്നുണ്ടായിരുന്നു. ആ മോനെ കൊണ്ടുവരാനായിട്ട് സാധിച്ചില്ല. അത് ചെയ്ത് ഞാൻ ക്ഷമിക്കില്ലെന്ന് പറയുന്നുണ്ട്. ഇതുവരെ ഇല്ലാത്ത റൂൾ എന്തുകൊണ്ട് അങ്ങനെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. അത് നേരത്തെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനിങ്ങനെ കൊണ്ടുവരില്ല എന്ന് പറയുന്നുണ്ടായിരുന്നു. പിന്നീട് വന്നത് സാബുമാനാണ്. സ്ക്രീൻ സ്പേസ് നമുക്ക് നല്ല രീതിയിൽ തരാനും ശ്രമിക്കുന്നുണ്ട്. പിന്നെ എല്ലാവരും നല്ലപോലെ മനസ്സിലാക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. പിന്നെ ഷാനവാസ് അത്ര ഏജ്ഡ് ആയിട്ടുള്ള ഒരാളായിട്ട് പോലും ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ ഉള്ള ആളാണ്. അപ്പോൾ ഹെൽത്ത് അത്രയും റിസ്ക് ഉള്ള കാര്യങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് പറയുന്നത്. മുമ്പൊക്കെ ഫുഡൊക്കെ കുറച്ച് തരുകയും ചെയ്യുന്നത്. പിന്നെ ആവശ്യമുള്ള സാധനങ്ങളൊന്നും കിട്ടുന്നില്ല. പിന്നെ കഴിഞ്ഞ സീസണിൽ ജിമ്മൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ ഇല്ല. പ്രോട്ടീൻ്റെ കുറവുണ്ട്. അപ്പോൾ മുട്ടയൊക്കെ കിട്ടിയാൽ നല്ലതായിരുന്നു സാബു മാം പറയുന്നുണ്ട്. പിന്നീട് വന്നത് ആര്യനായിരുന്നു. ആര്യൻ പറയുന്നത് നമുക്ക് ഗ്രോ ചെയ്യാൻ സമ്മതിക്കുന്നില്ല. മലയാളം എനിക്ക് അറിയില്ല. പക്ഷെ അമ്മ വന്നപ്പോൾ പറഞ്ഞു ഞാൻ കുറേ കൂടി അന്ന് വന്ന ടാസ്ക് വന്നപ്പോൾ ഞാൻ വായിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ കൺഫ്യൂഷൻ റൂമിലേക്ക് എന്നെ വിളിപ്പിച്ച് ടാസ്ക് വായിപ്പിക്കുന്നില്ല. മംഗ്ലീഷെങ്കിലും വായിക്കാനായിട്ട് എനിക്ക് തരുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ ഭയങ്കര ഹിപ്പോക്രസിയാണ്, സാഡിസ്റ്റ് ബിഹേവിയർ ആണെന്ന് പറയുന്നുണ്ട്. മെജീഷ്യനാണ്, അതുപോലെ ഡാഡിൻ്റെ ഫിഗറാണ് ഉള്ളത്. പിന്നെ നെവിൻ ഇപ്പോൾ തിരിച്ചു വന്നു. അതൊക്കെ മനസ്സിലാക്കിയിട്ടാണ് ബിഗ് ബോസ് പെരുമാറുന്നതെന്ന് പറയുന്നുണ്ട്. പിന്നീട് വന്ന് ലാസ്റ്റ് അനീഷ ആയിരുന്നു. അപ്പോൾ അനീഷ പറയുന്നത് ചിട്ടയായിട്ടുള്ള ഒരാളാണ് ഞാനിവിടെ. കൃത്യമായിട്ട് അതിനനുസരിച്ചിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് ബിഗ് ബോസ് ഇവിടെ ചെയ്യുന്നത്. പാട്ട് കറക്റ്റായിട്ട് സമയത്ത് ഇടുന്നുണ്ട്. മെഡിസിനൊക്കെ കറക്റ്റായിട്ട് വരുന്നുണ്ട്. ഭക്ഷണമൊക്കെ ഒന്ന് ഓവറാക്കി തരുന്നില്ല. ആവശ്യമുള്ളത് മാത്രമേ തരുന്നുള്ളൂ. അതുകൊണ്ട് പെർഫെക്റ്റ് ഷേപ്പിലൊക്കെ ആയെന്ന് പറയുന്നുണ്ട്. അപ്പോൾ മക്കൾ വേണ്ട പെർഫെക്റ്റ് ഷേപ്പൊന്നും ആയിട്ടില്ലെന്ന് പറയുന്നുണ്ട്. പിന്നെ ഡ്രസ്സൊന്നും അധികം വേണ്ടെന്നാണ് പറയുന്നത്. പിന്നെ ഞാനൊരു കർഷക ഫാമിലിയിലാണ്. അപ്പോൾ അതനുസരിച്ചിട്ട് ഭക്ഷണത്തിനോട് അത്രയും ഇത് കാണിച്ചിട്ടാണ് നമുക്ക് ഫുഡൊക്കെ തരണതെന്ന് പറയുന്നത്. പിന്നെ ടാസ്കിൽ മലയാളം ഭാഷ നല്ല രീതിയിൽ കൊണ്ടുവരാൻ നോക്കുന്നുണ്ട്. മലയാളത്തിൽ മാത്രമേ ടാസ്ക് എഴുതിയെന്നുള്ളൂ. ഞാൻ ബുക്സൊക്കെ എഴുതുന്ന ഒരാളാണ് മലയാളത്തിൽ. അപ്പോൾ അതൊക്കെ നല്ല കാര്യമാണ്. ഒരു മലയാളം ഭാഷയെ നല്ല രീതിയിൽ കൊണ്ടുവരാൻ നോക്കുന്നുണ്ട്. പിന്നെ പാർഷ്യാലിറ്റി കാണിക്കുന്ന പോലെ തോന്നുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. പിന്നെ 23 മണിക്കൂറാണ് എനിക്ക് ടാസ്കിൽ ജയിലിൽ നിൽക്കേണ്ടി വരുന്നത്. കാരണം ഒരു ദിവസം ഉച്ചയ്ക്ക് എന്നെ ജയിലിൽ കൊണ്ടുപോയിട്ട് പിറ്റേ ദിവസം ഉച്ചയ്ക്കാണ് എന്നെ ഇറക്കിയിട്ടുണ്ടായത്. ചിലരടുത്ത് രാത്രിയിൽ തന്നെ വന്നിട്ട് പെട്ടെന്ന് തന്നെ അവരെ പറഞ്ഞു വിടുന്നുണ്ട് ടാസ്കിൽ. ഈ രാവിലത്തെ ടാസ്കിൽ തന്നെ ഞാൻ പറയാൻ വരുന്നത് ഈ സംഭവമാണ് ഞാൻ പറയാൻ വന്നിട്ടുണ്ടായിരുന്നത്. പക്ഷേ ബിഗ് ബോസ് ഇവർ പറയുന്നത് കേട്ടിട്ട് എൻ്റെ അടുത്ത് പോയി ഇരിക്കാനായിട്ട് പറഞ്ഞു. അപ്പോൾ എനിക്ക് അത്ര നല്ലതായിട്ട് തോന്നില്ല. അങ്ങനെ ഒരു പാർഷ്യാലിറ്റി കാണിക്കുന്നെന്ന് പറഞ്ഞു. അപ്പോൾ ലാസ്റ്റ് ബിഗ് ബോസ് പറഞ്ഞു മനസ്സ് നിറഞ്ഞ തൃപ്തിയായി എന്ന് പറഞ്ഞിട്ട് ബിഗ് ബോസ് അങ്ങനെ അവരെ തഗ്ഗടിക്കുന്നുണ്ടായിരുന്നു. കൂടുതൽ അപ്ഡേറ്റ്സുമായി വീണ്ടും വരാം.